എൻ്റെ പേര് ജനാർദ്ദൻ. വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ +2. ജോധ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് +2 പാസ്സായത്. ഞാൻ മിലിറ്ററിയിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തു 24 വർഷം. അത് കഴിഞ്ഞ് പെൻഷനായി വന്നതിന് ശേഷം പിന്നെ 1994 പട്ടാമ്പിയിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ ഷോപ്പിൽ ആ ഷോപ്പ് വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ മോഡേൺ ഹോം അപ്ലയൻസസ് എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങി. അപ്ലയൻസസ് ആണ് തുടങ്ങിയത്. അത്രമാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് പിന്നെ ഇലക്ട്രിക്കൽ ഗൂഡ്സും വാങ്ങി വിൽക്കാൻ തുടങ്ങി. അതിന് ഫൈനാൻസ് ചെയ്തത് കാനറ ബാങ്ക് പട്ടാമ്പിയാണ്. കർഷകനായതുകൊണ്ട് തേങ്ങ കണ്ടമാനം ആ സമയത്ത് ഉൽപ്പാദനം ഉണ്ടായിരുന്നു. പിന്നെ മുതുതല കൃഷിഭവൻ്റെ ഇനീഷ്യേറ്റീവ് അവരാണ് തുടങ്ങാനുള്ള എല്ലാ ആശയങ്ങളും മറ്റുള്ള കാര്യങ്ങളും സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നത്. മില്ല് തുടങ്ങിയത് 2008. ഗവൺമെൻറ് സപ്പോർട്ട് മുതല പഞ്ചായത്ത് 1 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തന്നു. അത് കാനറ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷം നാളികേര വികസന ബോർഡിനെ അപ്രോച്ച് ചെയ്തു. അവരതിന് പ്രോത്സാഹനം തന്നു. ലോണിന് കാനറ ബാങ്ക് ലോൺ തന്നു. 25% സബ്സിഡി നാളികേര വികസന ബോർഡ് അനുവദിച്ചു. വെളിച്ചെണ്ണ മാത്രം, അത് ഒറ്റ ടൈപ്പ്, അതായത് ഈ പ്യുവറായിട്ടുള്ളത് 100% പ്യുവർ. ഇത് ക്വാളിറ്റി എന്ന് വെച്ചാൽ അഗ്മാർക്ക് അംഗീകാരമുണ്ട്. അതാണ് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു ആശയുണ്ട്, നല്ല ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നാളികേര വികസന ബോർഡ് എന്നെ ട്രെയിനിങ്ങിന് വേണ്ടി പറഞ്ഞയച്ചു. വാഗമൺ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു 15 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല എണ്ണയാണെന്നുള്ള അപ്രൂവൽ കിട്ടി. അപ്പം ഞങ്ങൾ കാക്കനാട് ഈ അഗ്മാർക്ക് ഓഫീസുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ വന്ന് എണ്ണയെല്ലാം പരിശോധിച്ച് മില്ലെല്ലാം പരിശോധിച്ചതിന് ശേഷം അവർ അഗ്മാർക്ക് സർട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2017 വേൾഡ് ഫുഡ് ഇന്ത്യ 2017 എന്നുള്ള ഫംഗ്ഷനിൽ ഡൽഹിയിൽ വെച്ചിട്ട് വേൾഡ് ഫുഡ് ഇന്ത്യ 2017 എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആൾ ഓവർ ഇന്ത്യ എക്സിബിഷന് പോയിട്ടുണ്ട്. ഇപ്പോൾ അതായത് പ്രായാധിക്യം കാരണം പുറത്തെവിടെയും സപ്ലൈ ചെയ്യുന്നില്ല. ലോക്കൽ ഉണ്ട്. പിന്നെ ഇവിടെ 2 ഔട്ട്ലെറ്റ് ഉണ്ട്, ഒന്ന് മുതുതലയിൽ, ഒന്ന് ഇത് തന്നെ. എത്ര വേണമെങ്കിലും അവൈലബിൾ എന്ന് വെച്ചാൽ ഇതിന് കപ്പാസിറ്റി ഒരു മാസം മിനിമം 30 ടൺ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. മാക്സിമം ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്കത് ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അര കിലോ മുതൽ ഹാഫ് ലിറ്റർ, ഹാഫ് കിലോ മുതൽ എത്ര വേണമെങ്കിലും കൊടുക്കാം. പാക്കറ്റ് ഉണ്ട്, ബോട്ടിലുണ്ട്, 5 കിലോ 2 കിലോ ക്യാനുകളുണ്ട്, 15 കിലോ ക്യാനുകളുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. കൊണ്ടുപോയാൽ ആരും ചീത്തയാണെന്ന് പറഞ്ഞിട്ടില്ല, അതാണ് ഫീഡ്ബാക്ക്. പിന്നെ വേൾഡ് ഫുഡ് ഇന്ത്യ പ്രധാനമന്ത്രിയാണ് അവാർഡ് തന്നിരിക്കുന്നത്. ഫാമിലി സപ്പോർട്ട്, മക്കളെല്ലാം നല്ല നിലയിലാണ്. കൃഷിയാണ്, അതിന് വരുമാനമുണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനും ഒരു ആശയം, ഞാനിത് ചെയ്യണം എന്നുള്ളൊരു ആശയം, അല്ലാണ്ട് പ്രത്യേകിച്ച് പുറമെ ആരെങ്കിലും കമ്പൽ ചെയ്തിട്ടൊന്നുമല്ല. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വല്ലതും നടത്തുന്നു. മുന്നോട്ട് കൊണ്ടുപോകാൻ വെച്ചാൽ മക്കൾ ആ ഫീൽഡിൽ വരാൻ സാധ്യത കുറവാണ്. മക്കളുടെ ലൈൻ വേറെയാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് വേ ഓഫ് ലൈഫാണ് അവർക്കുള്ളത്. മൂത്തത് മകളാണ്. മകള് ഈ കെമിസ്ട്രിയിൽ PhD ഉള്ളതാണ്. വർക്ക് ചെയ്യണം മസ്കറ്റിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി വിഭാഗത്തിൻ്റെ ഡീനാണ്. അതിൻ്റെ താഴെ മകൻ ഈ ജിയോ കേബിളിൻ്റെ പട്ടാമ്പിയിലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നു. അടുത്തൊരു മകൻ കൂടിയുണ്ട്. മകൻ ഡോക്ടറാണ്. വൈഫ് ഹൗസ് വൈഫാണ്, വീട്ടിൽ ജോലി ചെയ്യും. ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പുതിയ ബിസിനസ്സിൽ വരാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഞാൻ വിജയത്തിൽ പോകാൻ ഇന്നതില്ല, വിജയത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്ത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ എന്ത് ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാനാണ് താല്പര്യം
എന്ന് അവരുടെ മനസ്സിൽ ഒരു ആശയമുണ്ടായിട്ട് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ഫൈനാൻസ് കിട്ടാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷമാണ് ആ ഫീൽഡിലേക്ക് ഇറങ്ങാവൂ. അല്ലെങ്കിൽ പരാജയം വരും. കോവിഡാണ് ഈ ബിസിനസ്സിനെ തകർത്തത്. അതായത് മുതുതല പഞ്ചായത്ത് ഈ കമ്പനി പ്രൊഡക്ഷൻ നിർത്തിച്ച് ആ കമ്പനിയിൽ പ്രൊഡക്ഷൻ പാടില്ല, തൊഴിലാളികൾ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിൽ ഗേറ്റിൽ നോട്ടീസ് ഒട്ടിച്ചു. ആൾക്കാർ വരാനോ പോകാനോ സാധനം വിൽക്കാനോ വാഹനങ്ങൾക്ക് വരാനോ പറ്റാത്ത ഒരവസ്ഥയിലാക്കി. പിന്നെ പോലീസിൻ്റെ വാച്ച് ആൻഡ് വാർഡിൽ വന്നു. അപ്പോൾ പിന്നെ 6 മാസം വരെ ഇത് ഡെഡായി കിടന്നു. അപ്പോൾ റോ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, അതിലെല്ലാം കണ്ടമാനം നഷ്ടങ്ങൾ പറ്റി. അപ്പോൾ അതിന് ശേഷം പിന്നെ പ്രായാധിക്യം കാരണം ഇനി കണ്ടമാനം നടത്താൻ കഴിയില്ല. അല്ല, ഉൽപ്പാദനത്തിന് ശേഷിയുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എത്ര വേണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശേഷിയുണ്ട്. അതിനുള്ള ബില്ലുണ്ട്, അതിനുള്ള ഉപകരണങ്ങളുണ്ട്, കറണ്ടുണ്ട്, റോഡുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. തൊഴിലാളികളുമുണ്ട്. ക്രിസ്റ്റൽ CRYSTAL ക്രിസ്റ്റൽ ബ്രാൻഡാണത്. 2008 കിട്ടിയത്. മോഡേൺ ഓയിൽ മിൽസ് പോസ്റ്റ് കോഴിക്കോട്ടിരി വയ പട്ടാമ്പി പാലക്കാട് ഡിസ്ട്രിക്റ്റ് കേരള. ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂമിക്ക് വിലയുള്ള സ്ഥലം കേരളമാണ്. അപ്പോൾ സ്പേസ് ഉള്ളത് നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, പിന്നെ വടക്കേ ഇന്ത്യ മുഴുവൻ ധാരാളം സ്പേസ് ഉള്ള സ്ഥലമാണ്. ഗവൺമെൻറ് ആ ഇൻഡസ്ട്രിക്ക് അതിൻ്റെ ബേസിക് എന്തൊക്കെ വേണ്ടത്? റോഡ് വേണം, റെയിൽ വേണം, വെള്ളം വേണം, വെളിച്ചം വേണം, പിന്നെ തൊഴിലാളികൾ വേണം, റോ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം, അതിന് മാർക്കറ്റ് വേണം. ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ഇൻഡസ്ട്രി ഒരു സെപ്പറേറ്റ് ലൊക്കേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തൊഴിലാളി പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭൂമി വളരെ കുറവാണ്. ഉള്ള ഭൂമിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുറമേ നിന്ന് ആരും ഈ ഈ വ്യവസായത്തിൽ കേരളത്തിൽ വരാതിരിക്കാൻ കാരണം. മിലിറ്ററി ലൈഫ് എല്ലാവർക്കും അറിയുന്നതാണ്. ടഫായിട്ടുള്ള ജീവിതമാണ്. അതായത് നിയന്ത്രണം, അങ്ങേയറ്റം നിയന്ത്രണം. അതായത് നിയമത്തിനെ പാലിക്കുക. അതായത് ഇഫ് യു any complaint, first you obey the order, then complaint. It means you first obey the order. When the superior gives you an order, you obey. Then if you have any complaint, then you put up your complaint. That is the way of life. Still I am following that life.